നമസ്കാരം. അധികാരത്തിന്റെയും പാർട്ടിയുടെയും തണലിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന CPM നേതാക്കളുടെ രാഷ്ട്രീയ അഹങ്കാരത്തിനും തിമിരത്തിനും ഒടുവിൽ നിയമത്തിന്റെ കടുത്ത പ്രഹരമേറ്റിരിക്കുകയാണ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ നടത്തിയ റീൽസ് ആഘോഷം വൻ വിവാദമായതോടെ ഒന്നാം പ്രതി നിതിൻ രാജ്, 16ാം പ്രതിയും CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ IP ബിനു എന്നിവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് തന്നെ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുന്നിലാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A. സന്തോഷ് കുമാർ മുഖേന ആഭ്യന്തര വകുപ്പ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയ പ്രതികൾ പോലീസുകാർ ധരിച്ച അതേ നിറത്തിലുള്ള ഷർട്ട് ധരിച്ച് സ്റ്റേഷൻ വളപ്പിലെ ഊഞ്ഞാലിൽ ആടി റീൽസ് എടുത്തത് പോലീസിനെയും നിയമ സംവിധാനത്തെയും പൂർണ്ണമായും പരിഹസിക്കാനാണെന്ന അപേക്ഷയിൽ പോലീസ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജാമ്യവ്യവസ്ഥകൾ പരസ്യമായി ലംഘിക്കുകയും തങ്ങൾക്ക് പോലീസിലും ഭരണത്തിലുമുള്ള ഉന്നത സ്വാധീനം കാണിച്ച് കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനുമാണ് പ്രതികൾ ഈ വീഡിയോ പ്രചരിപ്പിച്ചത്. സാധാരണക്കാരൻ ചെറിയൊരു തെറ്റ് ചെയ്താൽ ക്രൂരമായി മർദ്ദിക്കാനും കേസിൽ കൊടുക്കാനും കാട്ടുന്ന വീര്യം പാർട്ടിക്കാരുടെ മുന്നിൽ മുട്ടുമടക്കിയെന്ന നാണക്കേട് മാറ്റാൻ ഇത്തരക്കാർക്ക് നിയമം ഒരുപോലെ ബാധകമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഈ ഒരു നടപടി കൂടിയേ തീരൂ. അധികാരപരിധി ലംഘിച്ചതും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും ഉൾപ്പെടെ കടുത്ത ജാമ്യ ലംഘനങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അവധിയായതുകൊണ്ട് തന്നെ ഫയലിംഗ് വഴി സമർപ്പിച്ച ഈ അപേക്ഷ വരും ദിവസങ്ങളിൽ കോടതി പരിഗണിക്കുമ്പോൾ ഇവരുടെ ജാമ്യം റദ്ദാക്കി ജയിലിൽ അടച്ചാൽ മാത്രമേ ഇത്തരക്കാർ പാഠം പഠിക്കുകയുള്ളൂ. ഇതോടൊപ്പം പ്രതികൾക്ക് കുടപിടിക്കുകയും സൽക്കാരം നടത്തുകയും ചെയ്ത പോലീസുകാർക്കെതിരെ നടപടിയും തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടമായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 6 പോലീസുകാരെ AR ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പാർട്ടി കൊടിയുടെ തണലിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നും പോലീസിനെ കൊണ്ട് ഊഞ്ഞാലാട്ടാമെന്നും ഒക്കെ കരുതിയ നേതാക്കൾക്ക് കിട്ടിയ തിരിച്ചടി തന്നെയാണിത്. നിയമം സാധാരണക്കാരന് മാത്രമുള്ളതല്ലെന്നും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ പാർട്ടി പ്രമുഖർക്കും ഇത് ഒരുപോലെ ബാധകമാണെന്നും തെളിയിക്കാൻ പോലീസ് എടുത്ത ഈ തീരുമാനം സ്വാഗതാർഹമാണ്. ജാമ്യം റദ്ദാക്കി ഇവരെ ജയിലിലേക്ക് പറഞ്ഞയച്ചാൽ മാത്രമേ ഈ രാഷ്ട്രീയ അഹങ്കാരത്തിന് ഇനിയെങ്കിലും ശമനം ഉണ്ടാവുകയുള്ളൂ.